ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പരിശുദ്ധാത്മ നിറവിനെ വെറും അനുഭൂതി മാത്രമായിട്ട് തെറ്റിദ്ധരിക്കുന്നവർ ഉണ്ട്. എന്താണ് പരിശുദ്ധാത്മ നിറവ്? പരിശുദ്ധാത്മ നിറവിൻ്റെ അടയാളങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നന്നായി മനസ്സിലാക്കിയില്ലെങ്കിൽ ക്രിസ്തീയ ജീവിതം ഒരിക്കലും സുഗമമായിട്ട് മുൻപോട്ട് പോവുകയില്ല. അത് മനസ്സിലാക്കണമെങ്കിൽ വചനാടിസ്ഥാനത്തിൽ നന്നായി മനസ്സിലാക്കി ജീവിതത്തെ പരിശോധിച്ച് അതിൽ മുമ്പോട്ട് പോകാനായിട്ട് ശ്രമിക്കണം. ഇന്ന് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഒരുപാട് മിഥ്യാധാരണകളുണ്ട്. നമ്മളിതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു പ്രശ്നം ഞാൻ പറയാം. നമ്മൾ തെറ്റിപ്പോകും. ഇന്ന് നമ്മൾ ധാരാളം പരിശുദ്ധാത്മാവിനെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഏതാണ് സത്യം, ഏതാണ് ശരി എന്നറിയാതെ കുഴങ്ങിപ്പോകുന്നവരുണ്ട്. നമ്മൾ ദൈവകരങ്ങളിൽ ഉപയോഗിക്കപ്പെടണമെങ്കിൽ, പൂർണ്ണമായും ദൈവഹിതപ്രകാരം മുമ്പോട്ട് പോകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മ നിറവുണ്ടാകണം. പരിശുദ്ധാത്മാവിന് പ്രാധാന്യം നൽകി കൊടുക്കുന്നവർ ആയിരിക്കണം. മരണസമയത്ത് പരിശുദ്ധാത്മ നിറവിൽ മരണത്തെ വരിച്ചൊരു ദൈവഭക്തനെ വചനത്തിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ പരിശുദ്ധാത്മ നിറവ് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോസ്തല പ്രവൃത്തികളിലേക്ക് വരുമ്പോൾ വേദപുസ്തകത്തിലെ പുതിയ നിയമത്തിലെ ആദ്യത്തെ രക്തസാക്ഷി എന്നുള്ളൊരു വിശേഷണം അദ്ദേഹത്തിന് അർഹമാണ്. സ്തേഫാനോസാണ്. പുതിയ നിയമത്തിലെ തന്നെ ഏറ്റവും ദീർഘമായ പ്രസംഗങ്ങളിൽ ഒന്ന് നടത്തിയ ഒരു ദൈവമനുഷ്യനാണ് അദ്ദേഹം. 50-ലധികം വാക്യങ്ങൾ അപ്പോസ്തല പ്രവൃത്തി 7 നമുക്ക് കാണാനായിട്ട് പറ്റും. അത്ര ദീർഘമായ ഒരു പ്രസംഗം. അദ്ദേഹത്തിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ സത്യത്തിൽ പരിശുദ്ധാത്മ നിറവെന്ന് പറയുന്നത് എന്താണ്, അതിനുള്ള പ്രാധാന്യത എന്താണ്, ഇത് നന്നായി നമ്മൾ ഒന്ന് മനസ്സിലാക്കണം. ഞാൻ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് എപ്പോഴും പ്രസംഗിക്കുന്നതിൽ അതീവ സന്തോഷവാനാണ്. കാരണം ഞാൻ ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവിനെക്കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് എൻ്റെ ജീവിതം തന്നെ കംപ്ലീറ്റ്ലി മാറിയത്. അതിനു മുമ്പുണ്ടായിരുന്ന കുറേ ധാരണകളുണ്ടായിരുന്നു. അറിവിൽ നിന്ന്, ആരെങ്കിലുമൊക്കെ പറഞ്ഞു തന്നിൽ നിന്ന്, നമ്മുടെ തന്നെ ചില മുൻവിധികളിൽ നിന്ന്. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഇതിനെക്കുറിച്ച് സത്യസന്ധമായിട്ട് മനസ്സിലാക്കിയപ്പോൾ ജീവിതം മാറാൻ തുടങ്ങി, പരിശുദ്ധാത്മാവ് ഉപയോഗിക്കാൻ തുടങ്ങി, ആ ഒരു ഹൃദ്യമായ ദൈവിക കൂട്ടായ്മ അനുഭവിക്കാൻ കഴിയുന്നുണ്ട് ജീവിതത്തിൽ. ആരെങ്കിലുമൊക്കെ ഒന്ന് ഈ വചനം കേട്ട് വിടുവിക്കപ്പെട്ട് പുറത്ത് വരുന്നെങ്കിൽ വരട്ടെ. സത്യത്തിൽ ആരായിരുന്നു സ്തേഫാനോസ്? അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം തന്നെ ഞാനതിനെ വിളിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പുസ്തകം എന്നാണ്. ഈ 1-ാം നൂറ്റാണ്ടിലെ സഭയിൽ ആളുകൾ ഒരുപാട് കൂടിക്കൂടി വന്നു. ഒന്നിച്ചവർ ജീവിക്കാനായിട്ടൊക്കെ തുടങ്ങിയപ്പോൾ ചില പ്രശ്നങ്ങൾ നേരിടേണ്ടതായിട്ട് ഇവിടെ വന്നു. ആ പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നത് പിറുപിറുപ്പും. 1-ാം നൂറ്റാണ്ടിലെ ഈ ആദിമ നൂറ്റാണ്ടിലെ സഭയിൽ അവിടെ വിധവമാരും സാധാരണക്കാരുമായ വിശ്വാസികളൊക്കെ ഉള്ള സമയത്ത് അവർക്ക് ദിവസേന ലഭിക്കേണ്ടുന്ന അടിസ്ഥാന അവരുടെ ആവശ്യങ്ങളും അതുപോലെ തന്നെ ഭക്ഷണവും ഇത് നീതിയോടെ അല്ലെങ്കിൽ വേർതിരിവില്ലാതെ ലഭിക്കാനായിട്ട് അപ്പോസ്തോലന്മാർ സാക്ഷ്യമുള്ള ആത്മനിറവുള്ള 7 പേരെ തിരഞ്ഞെടുത്ത് ആക്കുന്നുണ്ട്. അവരെക്കുറിച്ച് പറയുന്നത് സെർവിങ് ഓൺ ദ ടേബിൾ എന്നാണ്. മേശമേൽ ശുശ്രൂഷിക്കാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവർ. ആ 7 പേരിൽ ഒരുവനായിരുന്നു ഈ സ്തേഫാനോസ് എന്ന് പറയുന്ന വ്യക്തി. പക്ഷേ സ്തേഫാനോസിൻ്റെ ചരിത്രം ആ മേശയിലെ ശുശ്രൂഷയിൽ ഒതുങ്ങുന്നില്ല. കാരണം പരിശുദ്ധാത്മ നിറവ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വരുത്തിയ മാറ്റം നമ്മളൊന്ന് മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധാത്മ നിറവുണ്ടെങ്കിൽ, ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ, ഇത് വെറും അനുഭൂതിയല്ല. അനുഭൂതിക്കപ്പുറത്തേക്ക് ചില മാറ്റങ്ങളിലേക്ക് നമ്മളെ എത്തിക്കും. ഒന്നാമതായി, എന്താണ് പരിശുദ്ധാത്മ നിറവെന്ന് പറയുന്നത്? പരിശുദ്ധാത്മ നിറവെന്ന് പറയുന്നത്, നമ്മളതിനെ ലളിതമായി അതിനൊരു വിവരണം കൊടുക്കുകയാണെങ്കിൽ, ഒരു വ്യക്തിയുടെ ജീവിതത്തെയും ചിന്തകളെയും പരിശുദ്ധാത്മാവ് പരിപൂർണമായും നിയന്ത്രിക്കുന്ന ഒരനുഭവമാണ് പരിശുദ്ധാത്മ നിറവ്. ഈ ഒത്തിരി തെറ്റിദ്ധാരണകൾ ഇന്നത്തെ കാലത്ത് ഉണ്ട്. ചില ആളുകൾ പറയുന്നത് രക്ഷിക്കപ്പെട്ടപ്പോൾ പരിശുദ്ധാത്മാവ് ഉള്ളതുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ടത്. അങ്ങനെ രക്ഷിക്കപ്പെട്ടവർക്ക് ഇനിയും
ആ ഒരു നിറവിൻ്റെ ഒന്നും ആവശ്യമില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്നും മനസ്സിലാക്കേണ്ട ആവശ്യമില്ല എന്ന് ഒക്കെ പഠിപ്പിക്കുന്നവരുണ്ട്. പക്ഷേ ഞാൻ ബൈബിൾ പഠിച്ചപ്പോൾ, അപ്പോസ്തല പ്രവൃത്തികൾ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, പാപിയിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോഴാണ് ആ വ്യക്തി രക്ഷിക്കപ്പെടുന്നത്. പക്ഷേ അവിടെ കൊണ്ട് ആ വ്യക്തിയുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി തീരുന്നില്ല. ദിനംതോറും ദൈവാത്മാവ് ആ വ്യക്തിയെ നിയന്ത്രിക്കുകയും നയിക്കുകയും ദൈവത്തിന് വേണ്ടി ഉപയോഗമുള്ളവനാക്കി അവനെ തീർക്കുകയും ചെയ്യാറുണ്ട്. അപ്പം ഇത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തികളിൽ നമ്മൾ ആവർത്തിച്ച് കാണുന്ന ഒരു പദമാണ് പരിശുദ്ധാത്മ നിറവ്. അപ്പോൾ ഈ പരിശുദ്ധാത്മ നിറവിൽ നിലനിന്ന, അല്ലെങ്കിൽ മരണം വരെ ആ നിറവിൽ നിലനിന്ന ഈ മനുഷ്യൻ്റെ ജീവിതത്തിലെ, ഈ ദൈവ മനുഷ്യൻ്റെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം എന്താണെന്നുള്ളത്. ഒന്ന്, മേശമേൽ ശുശ്രൂഷിക്കാനായിട്ടാണ് തന്നെ തിരഞ്ഞെടുത്തത്. അപ്പോസ്തലന്മാരാണ് കൈവച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ആ സ്ഥലത്തേക്കാക്കിയത്. പക്ഷേ ആ 6-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തി 6-ന്റെ 8-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്തു. അപ്പം ഒന്നാമത്തേത്, ദൈവാത്മ നിറവ് ഒരു വ്യക്തിയിൽ ഉണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങളെ ആർക്കും ഒരു സ്ഥലത്തും ഒതുക്കാനായിട്ട് പറ്റില്ല. അകത്തിരുന്ന വ്യക്തി പുറത്തേക്ക് പോയി. ഇന്നെന്താ സംഭവിക്കുന്നത്? എല്ലാ പരിപാടികളും അകത്താണ്. കസേര കളി, ആര് വലിയവനാണ്, ആർക്കാണ് കൂടുതൽ സ്ഥാനം എന്നൊക്കെയുള്ള തർക്കങ്ങളൊക്കെ നടക്കുമ്പോൾ, പരിശുദ്ധാത്മ നിറവിലേക്ക് ഈ വ്യക്തി വന്നപ്പോൾ, അല്ലെങ്കിൽ ആത്മനിറവിൻ്റെ അനുഭവത്തിൽ വന്നപ്പോൾ, കൃപയും ശക്തിയും നിറഞ്ഞ് അകത്ത് നിൽക്കുകയല്ല ചെയ്തത്, അദ്ദേഹം അകത്ത് നിന്ന് പുറത്തേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ആത്മശക്തി നമ്മുടെ മേൽ വന്നാൽ നമ്മുടെ അതിരുകൾ വിശാലമാകും. ഒരു മനുഷ്യനും ശക്തിക്കും നമ്മളെ ഒതുക്കാൻ കഴിയാതെ ജീവിതവും ശുശ്രൂഷയും മാറുന്നത് മനസ്സിലാകും. നിങ്ങൾ ദൈവത്താൽ ഉപയോഗിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആത്മനിറവിലേക്ക് വരുമ്പോൾ അവസരങ്ങൾ തനിയെ നിങ്ങളുടെ മുൻപിൽ ഒരുക്കപ്പെട്ടു വരുന്നത് മനസ്സിലാക്കാനായിട്ട് കഴിയും. അവസരങ്ങൾ തേടിപ്പോവുകയല്ല, പക്ഷേ നിങ്ങളുടെ അതിരുകളെ ദൈവാത്മാവ് വിശാലതയിലേക്ക് നയിക്കുന്നത്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് തൻ്റെ കരത്തിൽ നിങ്ങളുടെ ജീവിതത്തെ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് തന്നെ കാണാനായിട്ട് പറ്റും. അതാ കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞു, ഇത് വെറും അനുഭൂതിയല്ല. ഇന്ന് ആളുകൾ ധരിച്ചിരിക്കുന്നത് 4 ചുവരിൻ്റെ ഉള്ളിൽ ഡ്രമ്മും അടിച്ച് കയ്യും കൊട്ടി പാടി ഇങ്ങനെ പോകാനുള്ളതാണ് ആത്മനിറവ്. ഒരിക്കലുമല്ല. ആത്മനിറവ് നിൻ്റെ അതിരുകളെ മാറ്റുന്നതാണ്, പൊസിഷനെ മാറ്റുന്നതാണ്, അതിർത്തിക്കപ്പുറത്തേക്ക് മാറ്റുന്നതാണ്, അകത്ത് നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്നതാണ്. ഇന്ന് പുറത്തേക്ക് പോകുന്നില്ല, എല്ലാം അകത്താണ് കാര്യങ്ങൾ നടക്കുന്നത്. പക്ഷെ അല്ല, പുറത്തേക്ക് പോകുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. 2, ആത്മനിറവ് ഉള്ളവന് ലഭിച്ച മറ്റൊരു ഗിഫ്റ്റ് എന്ന് പറയുന്നത്, അവൻ്റെ ജ്ഞാനത്തോടും ആത്മാവിനോടും എതിർത്ത് നിൽക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല. ആരാണ് തർക്കിച്ചതെന്നറിയാമോ? അന്നത്തെ കാലത്തെ അലക്സാണ്ട്രിയയിലും കുറേനക്കാരിലും ആസിയാദേശക്കാരിലുമൊക്കെയുള്ള ചിലർ, ലിബർത്തീനർ. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്തെ അറിവുള്ള പാണ്ഡിത്യമുള്ള ആളുകൾ. അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതലായിട്ട് പറയാനായിട്ട് പോകുന്നില്ല. കാരണം പറഞ്ഞാൽ ഈ അലക്സാണ്ട്രിയൻ അതിനെക്കുറിച്ചൊക്കെ ഞാൻ പറയാൻ പോയാൽ ഒരുപാട് സമയം മുമ്പോട്ട് പോകും. അപ്പം ആ പഠിപ്പുള്ള അല്ലെങ്കിൽ അറിവുള്ള ആളുകൾക്ക് പോലും തർക്കിച്ച് ജയിക്കാൻ കഴിയാത്ത അറിവ്, ജ്ഞാനം ആത്മനിറവുള്ളവന് കിട്ടി. എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മ നിറവിലേക്ക് നിങ്ങൾ വന്നാൽ വചനത്തിൻ്റെ ആഴമായ ഒരറിവും വെളിപ്പാടുകളും നിങ്ങൾക്ക് നിരന്തരമായി ലഭിച്ചുകൊണ്ടിരിക്കും. വചനം പഠിക്കാനുള്ള ആഗ്രഹം, വചനം ഭക്ഷിക്കാനുള്ള ആഗ്രഹം, വചനം പ്രസംഗിക്കാനുള്ള ആഗ്രഹം, ആർക്കും വെളിപ്പെട്ടിട്ടില്ലാത്ത ആത്മീക വെളിപ്പാടുകൾ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തന്നുകൊണ്ടേയിരിക്കും. കാരണം ഈ വചനമാണ് നമ്മളെ നടത്തുന്നത്. യഥാർത്ഥമായി പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ 2-ാമത്തെ അടയാളം, ദൈവവചനത്തെ സ്നേഹിക്കും, വചനത്തിലൂടെ ഇടപെടും, വചന ശുശ്രൂഷകൾ ഇഷ്ടപ്പെടും, വചനം പ്രസംഗിക്കാൻ തുടങ്ങും, വചനത്തിനു വേണ്ടി നിലനിൽക്കാനായിട്ട് തുടങ്ങും. ഇന്ന് വെറും അത്ഭുതങ്ങളും അടയാളങ്ങളും വിടുതലുകളും മാത്രമായി കാര്യങ്ങൾ മാറുമ്പോൾ, അത്ഭുതങ്ങളും അടയാളങ്ങളും മാത്രമല്ല, അദ്ദേഹത്തിന് ദൈവം ഇങ്ങനെ ഒരു
പ്രത്യേകമായ ഒരു ജ്ഞാനവും വിവേകവും ദൈവം അദ്ദേഹത്തിന് കൊടുത്തു. അതാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേത്, അത്ഭുതങ്ങളും അടയാളങ്ങളും താൻ ചെയ്യാനായിട്ട് തുടങ്ങി. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു ഇടപെടൽ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ പ്രാർത്ഥനകളിൽ വിടുതലുകൾ ഉണ്ടാകും, നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകും. അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവപ്രവർത്തികളിലൂടെയൊക്കെ ഈ ദൈവരാജ്യത്തിൻ്റെ ശക്തി ഇങ്ങനെ വെളിപ്പെട്ടുകൊണ്ടേ ഇരിക്കും. ഇതാണ് മൂന്നാമത്തേത്. നാലാമത്തേത്, മരണസമയത്തും പ്രതിസന്ധികളിലും അദ്ദേഹം കണ്ടത് ദൈവമഹത്വമാണ്. ആത്മനിറവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളങ്ങളിൽ ഒന്ന്, കഷ്ടതയും പ്രതിസന്ധിയും വരുമ്പോൾ കർത്താവിനെ വിട്ട് പിന്തിരിയുക അല്ല. നോക്കുക, 7-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 53 വരെയുള്ള വാക്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സുദീർഘമായ ഒരു പ്രസംഗമാണ്. ഈ പ്രസംഗം എത്ര ജ്ഞാനത്തോടും എത്ര വിവേകത്തോടുമുള്ള പഴയ നിയമ ദൈവഭക്തന്മാരുടെ എല്ലാ കാര്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ഒടുവിൽ ക്രിസ്തുവിലേക്ക് എത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പം ഈ അദ്ദേഹത്തിൻ്റെ ജ്ഞാനം ആ ഒരു ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. പക്ഷേ ഈ പ്രസംഗത്തിൻ്റെ ഒടുവിൽ എഴുതിയിരിക്കുന്നത്, കോപപരവശരായി അവൻ്റെ നേരെ പല്ല് കടിച്ചു. പല്ല് കടിച്ചപ്പം അയ്യോ ഇങ്ങനെയൊക്കെ പറ്റിപ്പോയല്ലോ എന്നൊന്നുമല്ല, പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് നോക്കി. എൻ്റെ പ്രിയപ്പെട്ടവരെ, യഥാർത്ഥമായ ഒരു ആത്മനിറവ് നിങ്ങളെ ക്രിസ്തുവിങ്കലേക്ക് എത്തിക്കും, ദൈവത്തിങ്കലേക്ക് എത്തിക്കും. കാരണം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നത് തന്നെ ക്രിസ്തുവിനെയാണ്. യേശുവിൻ്റെ അമ്മ മറിയയുടെ മേൽ, അമ്മ മറിയത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ഭൂജാതനായത് യേശു ക്രിസ്തുവാണല്ലോ. അതുപോലെ തന്നെ പരിശുദ്ധാത്മ നിറവ് നമ്മളിലുണ്ടെങ്കിൽ, അവിടെ നിങ്ങളെ ആ ഒരു പശ്ചാത്തലം ഞാനൊന്ന് ആ ഭാഗത്തേക്ക് ഞാനൊന്ന് കൊണ്ടുവരികയാണ്. കോപപരവശരായി പല്ല് കടിച്ച് ഇദ്ദേഹത്തെ കൊല്ലാനായി കല്ലെറിഞ്ഞ് പട്ടണത്തിന് പുറത്തേക്കൊക്കെ അദ്ദേഹത്തെ, അങ്ങനെ തന്നെയാണല്ലോ എഴുതിയിരിക്കുന്നത്, നഗരത്തിൽ നിന്ന് തള്ളി പുറത്താക്കി കല്ലെറിഞ്ഞെന്നാണ് എഴുതിയിരിക്കുന്നത്. യൂതന്മാരുടെ ആ ഒരു കോപഭ്രാന്തും അവരുടെ ആ ഒരു വലിയ പ്രതികരണവുമൊക്കെ നമുക്ക് ഈ ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഭയങ്കരമായ പ്രതിസന്ധികൾ വന്നപ്പോഴും താൻ യേശുവിനെ വിട്ടു പോയില്ല, യേശുവിനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. ഇല്ലേ? എങ്ങനെ കണ്ടു? സ്വർഗം തുറന്നിരിക്കുന്നത് കണ്ടു. അടുത്തത് ദൈവമഹത്വം കണ്ടു. നിൽക്കുന്ന യേശുവിനെ കണ്ടു. യേശുവിനെയാണ് കണ്ടത്. ദൈവത്തിന് സ്തോത്രം. യഥാർത്ഥമായ ദൈവകൃപ വെളിപ്പെടുന്നത് എവിടെയാണെന്നറിയോ? കഷ്ടതകളുടെ മധ്യത്തിലാണ്. പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത, തരണം ചെയ്യുവാൻ കഴിയാത്ത പ്രതിസന്ധികൾ ജീവിതത്തിൻ്റെ മുമ്പിൽ വരുമ്പോൾ ഒരിക്കലും കർത്താവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് മാറാതെയാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ഒരു കാര്യം ഉറപ്പ്, നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവുണ്ട്. നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവുണ്ട്. ദുഃഖകരമെന്ന് പറയട്ടെ, ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിലും ഒക്കെ നമ്മൾ കാണുമ്പോൾ യേശുവിനെ അറിഞ്ഞു എന്ന് പറയുന്നവർ ആ ഒരു ദൈവകൃപയിൽ നിന്ന് പിന്തിരിഞ്ഞ് അവരുടെ വിശുദ്ധിയും വേർപാടുമൊക്കെ നഷ്ടപ്പെടുത്തി മറ്റു പലതിലേക്കും അവർ പിന്തിരിഞ്ഞ് പോകുന്ന കാഴ്ച കാണുമ്പോൾ ഒരു കാര്യം ഉറപ്പ്, അവരിൽ ഉണ്ടായിരുന്ന ആ ആത്മാവിൻ്റെ ഇടപെടലിനെ സംശയിക്കണം. ദൈവത്തിന് സ്തോത്രം. അപ്പം എന്ത് കഷ്ടത ജീവിതത്തിൽ വന്നാലും ഈ ഒരു ഭാഗം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരിക്കൽ കൂടെ കൊണ്ടുവരികയാണ്. ഞാൻ മനസ്സിലാക്കുന്നു, സമാനമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ധാരാളം പ്രിയപ്പെട്ടവർ ഈ ദൈവവചന സന്ദേശം കേൾക്കുന്നുണ്ടാകാം. ആത്മാവുള്ളത് കൊണ്ട് കഷ്ടതയില്ലെന്നല്ല കേട്ടോ. ആത്മനിറവുള്ളവൻ്റെ ജീവിതത്തിൽ കഷ്ടത വന്നു. എന്ത് കഷ്ടത വന്നു? മറ്റാർക്കും വരാത്തതുപോലെയുള്ള പ്രതിസന്ധി വന്നു. അദ്ദേഹത്തെ പട്ടണത്തിൻ്റെ അകത്തു നിന്ന് തള്ളി പുറത്തു കൊണ്ടുവന്നു, കല്ലെറിയുന്നു, കൊല്ലാൻ ശ്രമിക്കുന്നു, അലറി. ദൈവത്തിന് സ്തോത്രം. കോപപരവശരായി പല്ല് കടിച്ച് ഒരു ജനസമൂഹം മുഴുവനും ഒരു ഭാഗത്ത് നിൽക്കുന്നു. ഈ മനുഷ്യൻ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് നിൽക്കുന്നു. അപ്പം ഈ ജനസമൂഹത്തെയും ഈ കോപത്തെയും ഒന്നുമല്ല അദ്ദേഹം കണ്ടത്. അദ്ദേഹം കണ്ടത് യേശുവിനെയാണ് കണ്ടത്. അപ്പം ദൈവാത്മ നിറവിൻ്റെ ഏറ്റവും വലിയ അടയാളങ്ങളിലൊന്ന്, നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ ഏതുമായിക്കൊള്ളട്ടെ, പ്രതിസന്ധികൾ ഏതുമായിക്കൊള്ളട്ടെ, ആ സ്ഥലത്ത്
യേശുവിനെ കാണാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? ക്രിസ്തുവിൻ്റെ മഹത്വത്തെ കാണാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പ, നിങ്ങളുടെ മേലുള്ളത് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് തന്നെയാണ്. ഇതാണ് നാലാമത്തേത്. അഞ്ചാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ, ഈ മരണസമയത്തും അദ്ദേഹത്തിൻ്റെ ആ ഒരു മനോഭാവം ഭയങ്കരമാണ്. എന്താ മനോഭാവം? 7-ാം അധ്യായത്തിൻ്റെ 59, 60 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അദ്ദേഹത്തെ കൊല്ലാൻ തുടങ്ങുമ്പോഴും അദ്ദേഹം പറഞ്ഞത്, കർത്താവേ, അവർക്ക് ഈ പാപം നിലനിർത്തരുതേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. കണ്ടോ എന്ത് ഭാവമാണ്! ഞാൻ ഇന്ന് ചർച്ചിൽ ഉപവാസ പ്രാർത്ഥന, 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന അടയ്ക്കുക. അപ്പോൾ ഞാൻ ശുശ്രൂഷിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, നമ്മളാരും ഒരിക്കലും യോനാവിശ്വാസികളായി മാറരുത്. എന്ത് യോനാവിശ്വാസികൾ? ഇന്നത്തെ വിശ്വാസികളിൽ നല്ല പങ്ക് യോനാവിശ്വാസികൾ. യോനാവിശ്വാസി എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഒരുത്തൻ്റെ നാശം കാണാൻ നോക്കിയിരിക്കുകയാണ്. ഒരു പട്ടണത്തിന് നേരെ പോയി പ്രവചിച്ചിട്ട് ദൈവം ആ പട്ടണത്തെ രക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുമ്പോഴും ഒരു കുടിൽ കെട്ടി ആ പട്ടണത്തെ നോക്കിയിരിക്കുക. എന്താണ് അതിൻ്റെ അന്തം? എന്താണ് അതിൻ്റെ അവസാനം? ഇത് ഒരിക്കലും ക്രിസ്തുവിൻ്റെ ഭാവം അല്ല. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ഞാൻ ഈ ഭാഗം പഠിച്ചപ്പോൾ ആത്മനിറവുള്ളവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താ? അവൻ ഒരുത്തൻ്റെ നാശം നോക്കിയിരിക്കുകയല്ല. ഈ വചനം നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിട്ട്, പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. അദ്ദേഹം പറയുക, കർത്താവേ, അവരുടെ പാപം അവർക്ക് നിലനിർത്തരുതേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞു. ഇത് നമ്മൾ എവിടെയാണ് കാണുന്നതെന്ന് അറിയാമോ? കാൽവറി ക്രൂശിൽ. അവിടെ നമ്മൾ എന്താ കാണുന്നത്? അവിടെ നമ്മുടെ ആത്മമണവാളനായ കർത്താവ് തന്നെ ക്രൂശിച്ചവരോട്, തന്നെ ഉപദ്രവിച്ചവർ, തൻ്റെ വിലാപ്പുറം തുളച്ചവർ, തൻ്റെ തലയിൽ ആ മുൾമുടി വെച്ചവർ, കൈകാലുകളിൽ ആണിയടിച്ചവർ, അവർക്കറിയില്ലേ അവരെന്താ ചെയ്തതെന്ന്? നന്നായിട്ടറിയാം. ഒരു കുറ്റവാളിയെപ്പോലും ചെയ്യാൻ പാടില്ലാത്ത നീചമായ, ഹീനമായ ആ പീഡനങ്ങൾ യേശുവിൻ്റെ നേരെ അഴിച്ചുവിട്ടപ്പോഴും, എൻ്റെ പ്രിയപ്പെട്ടവരെ, അവരെ നോക്കി പറയുകയാണ്, ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. ആ ഉദാത്തമായ ക്ഷമയും സ്നേഹവും ക്രൂശിൽ കാണുമ്പോൾ ആ ക്രൂശിലെ അതേ സ്വഭാവം ഈ ആദ്യത്തെ രക്തസാക്ഷിയിൽ വന്നു. കണ്ടോ? ദൈവത്തിന് സ്തോത്രം. ഇവൻ നശിക്കും, അവനെല്ലാം. ഇപ്പം നമ്മൾ പരസ്യത്തിന് ആരെങ്കിലും പോയി തെറി വിളിക്കുമ്പോൾ തന്നെ നമ്മൾ പറയും, അവൻ നശിക്കും, അവനില്ലാതാകും. അങ്ങനെയല്ല. പുതിയ നിയമം സ്നേഹത്തിൻ്റെ പുതിയ നിയമമാണല്ലോ. ആ ഒരു ഭാവം ഞാനിത് വായിച്ചപ്പം ഞാനും ചിന്തിച്ചു, കർത്താവേ, ഞാനും ഇങ്ങനെയൊക്കെ തന്നെയാണോ ചിന്തിക്കുന്നത്? ഒരിക്കലും ദൈവമേ, ഒരു യോനായെപ്പോലെ ആ ഒരു മനോഭാവത്തിലാകരുത്. 4 അധ്യായം കൊണ്ട് കാര്യം കഴിഞ്ഞു. അങ്ങനെയല്ല. ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഒരു ഉദ്ദേശമുണ്ട്. യഥാർത്ഥമായ ദൈവസ്നേഹത്തിലേക്ക് നമുക്ക് വരാനായിട്ട് ഇടയായിത്തീരട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു നിറവിലുള്ള ജീവിതം നമ്മുടെ ജീവിതം മാറ്റുന്നതാണ്. അപ്പോസ്തല പ്രവൃത്തികളിൽ ഒരുപാട് ഭാഗങ്ങളിൽ ഈ ആത്മനിറവിൻ്റെ അനുഭവം നമുക്ക് കാണാനായിട്ട് പറ്റും. 7-ാം അധ്യായത്തിലുണ്ട്. പിന്നീട് നമ്മൾ ഈ ബർന്നബാസിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിരുന്നുവെന്ന് പറയുന്നുണ്ട്. പൗലോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് നോക്കുന്നുവെന്നൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പല ഭാഗങ്ങളിലും നമുക്കിത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ആമേൻ. ഞാൻ 5 കാര്യങ്ങളാണല്ലോ നിങ്ങളോട് പറഞ്ഞത്. അതിൽ 1, പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ നമ്മുടെ പരിധികൾ മാറും. അകത്തും നമ്മൾ പുറത്തോട്ട് പോകും. ദൈവം നമ്മളെ ഉപയോഗിക്കാൻ തുടങ്ങും. 2, അത്ഭുതങ്ങളും അടയാളങ്ങളും ജീവിതത്തിലുണ്ടാകും. 3, ജ്ഞാനം വർദ്ധിക്കും. ആത്മാവ് നമുക്ക് ജ്ഞാനം തരാൻ തുടങ്ങും. 4, നമ്മുടെ പ്രതിസന്ധികളിൽ ദൈവമഹത്വം നമുക്ക് കാണാനായിട്ട് പറ്റും, ദൈവത്തെ കാണാനായിട്ട് പറ്റും. 5, നമുക്ക് ക്ഷമിക്കാൻ പറ്റും. ക്രിസ്തുവിൻ്റെ മനോഭാവവും ആ ഒരു സ്വഭാവവും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും. ആമേൻ. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഒരു വാക്ക് നിങ്ങൾക്കൂടി പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹിക്കുക. നിങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല വചനത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ആ ആത്മനിറവിൻ്റെ അനുഭവം ഞങ്ങളുടെ മേൽ പകരണമേ. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, വിശ്വാസത്തിന് വേണ്ടി നിൽക്കുവാൻ കൃപ നൽകണം. ഞങ്ങളുടെ മക്കളെ ഒന്നിച്ച് അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.